പ്യാരിമോനെ എന്താ എല്ലാരും കൂടി അച്ഛനെവിടെ? അച്ഛനിവിടെ ഉണ്ട്. അല്ല അച്ഛൻ റെഡി ആയില്ലേ മോനെ? എന്തിന്? ഞങ്ങളിന്ന് പോവല്ലേ? പോവല്ലേ? അച്ഛന് താല്പര്യമില്ല. ഇന്നലെയും കൂടെ ടൂറിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നാണല്ലോ. പോണോന്നൊക്കെ തീരുമാനിച്ചാണ്. പക്ഷെ ഇപ്പൊ എന്തോ ഒരു ഉത്സാഹക്കുറവ്. ഒരു ഉത്സാഹക്കുറവില്ല. അച്ഛനെ കൊണ്ട് വിളിക്കുന്നത് ആദ്യം മോനെ വരുന്നില്ല. പ്യാരിയാതാ അത് സുഗതൻ വന്ന് പറയട്ടെ, നീ വിളിക്ക്. സുഗത എന്താ സുഗതന്റെ സാരി കൊടുത്തിട്ടാന്ന് സുഗതനെവിടെ? എന്താ പ്യാരേട്ടാ? അതെ, അച്ഛൻ ടൂറ് പോണ കാര്യം പറഞ്ഞല്ല. അപ്പൊ അച്ഛനെ കൂട്ടാൻ വന്നാണ് അവര്. നിങ്ങൾ പറഞ്ഞില്ലേ കാര്യം? ഞാൻ പറഞ്ഞ അവരത് കേൾക്കണ്ടേ. അച്ഛന് വരാൻ പറ്റില്ല. അച്ഛന് വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒന്നും നടക്കില്ല. സുഗത എന്താണ് സുഗത? അതെന്താ കാര്യം പറയണോ? അച്ഛന് സുഖമില്ലാന്ന്. അച്ഛൻ ഇങ്ങനെ നടക്കാൻ പാടില്ല, അതുകൊണ്ട് അച്ഛൻ വരുന്നില്ല. എന്റെ പൊന്നുമോനെ, ഞാൻ അച്ഛനോടല്ലേ ചോദിക്കുന്നത്, അച്ഛൻ പറയട്ടോ. അച്ഛൻ പറഞ്ഞില്ലേ വരുന്നില്ല എന്ന്, പിന്നെന്താ? ഏടാ സുഗത, നമ്മളെല്ലാരും കൂടിയിട്ട് തീരുമാനിച്ചിട്ടുള്ള കേണലിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ടൂറ് പോവാന്ന്. ഇന്നലെ രാത്രി നീ പറഞ്ഞല്ലോ ചക്ക വറുത്തത് ഞാൻ കൊണ്ടുവരാം, എല്ലാം ഓക്കെ ആണെന്ന്. പിന്നെ എന്റെ തനിക്കിപ്പോ പറ്റിയേ? അത് ശരിയാവില്ലടാ. അതെന്താ എനിക്ക് എന്താ പ്രശ്നം? അത് പറഞ്ഞ നീ. എന്റെ പൊന്ന് സത്യമായിട്ട് അച്ഛൻ വരുന്നില്ല എന്ന് മലയാളത്തിലല്ലേ പറഞ്ഞ, പിന്നെ എന്തിനാ നിർബന്ധിക്കണത്? അപ്പൊ അങ്ങനെയാണ് ഇവിടെ. ചേടാ മോനെ, അച്ഛനെ ടൂറ് വിട്ടാ അച്ഛൻ എന്തെല്ലാം സാധനങ്ങൾ വീട്ടിലേക്ക് മേടിച്ചു കൊണ്ടുവരും. എനിക്കൊരു നട്ടലും കൊണ്ടുവരാം. ഈ സോഫ, ഈ സൗകര്യമുള്ള ഇത്രയും വലിയ വീട്, ഈ കാറ്, ഇതൊക്കെ ഈ നിൽക്കുന്ന മനുഷ്യന്റെ അധ്വാനമല്ലടോ, അല്ലേ? എടോ, അയാള് റിട്ടയർ ചെയ്തത് സർവീസിൽ നിന്നാണ്, അല്ലാതെ ജീവിതത്തിൽ നിന്നല്ല. റിട്ടയർ ചെയ്യുന്ന സമയം വരെയും അയാൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ ജീവിച്ചത്, അല്ലേ? ഇനി ബാക്കിയുള്ള സമയം ഒരു ഇത്തിരി കാലല്ലേ ഉള്ളൂ, അത് അയാൾക്ക് വേണ്ടി ജീവിക്കട്ടെ. അച്ഛനോട് സ്നേഹമുള്ള മക്കളാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ പ്യാരിമോനെ, നിന്റെ ഈ യൗവനം എന്ന് പറയുന്നതുണ്ടല്ലോ, അത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതൊന്നുമല്ല.